സജി ഇപ്പൊ പറഞ്ഞ ആരും പറഞ്ഞ വെട്ടുക്കിളികളെന്നോ നികഷ്ടജീവി ആരും ഫാൻസുകാരെ പറ്റി പറഞ്ഞില്ല. സജി ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു ഇപ്പൊ വീട്ടിൽ തല്ലി പഠിക്കണം ഇങ്ങോട്ടെ സോഷ്യൽ മീഡിയ പറഞ്ഞാണോ? സോഷ്യൽ മീഡിയയിലൊക്കെ അതാ ഇവിടെ പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളാ. സോഷ്യൽ മീഡിയ കാണുന്നില്ല. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, മമ്മൂക്കയും ലാലേട്ടനുമാണ് ദ ലാസ്റ്റ് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഞാൻ മുഴുവൻ പറഞ്ഞിട്ട് കേൾക്കുക. അല്ല അദ്ദേഹത്തിന്റെ വിഷയം ദിലീപിനെ കൂടെ പറയാം. ദിലീപിന്റെ അല്ല, ദിലീപൊക്കെ എന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പറയേണ്ട എന്താണെന്നറിയോ, കഴിഞ്ഞ 48-50 വർഷമായിട്ട് അതായത് ഓർഗാനിക് ആയിട്ടുള്ള അതാ പറഞ്ഞത്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് ദാറ്റ് സെൽസ്. ഞാനതാ പറഞ്ഞു, 100 രൂപ മുടക്കി ഒരു നിർമ്മാതാവ് അവരെ വെച്ച് പടം എടുത്താൽ അവരുടെ പേര് കൊണ്ട് തന്നെ അതൊരു 1000 രൂപയായിട്ട് തിരിച്ചു വരുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇവിടെ ബാക്കി എത്ര താരങ്ങൾ ആ ഗ്യാരണ്ടി ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഫാൻസുകാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം. അത് സസ്റ്റെയിൻ ചെയ്ത ഒരു നിർമ്മാതാവിന് അല്ലെങ്കിൽ ഒരു തിയേറ്റർ വ്യവസായ സിനിമാ വ്യവസായത്തിനകത്ത് ഹോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചു. സാർ ഉദ്ദേശിക്കുന്നത് ആ സഹായം കിട്ടുന്നുണ്ടോ? അതെ, തീർച്ചയായും കിട്ടുന്നുണ്ടല്ലോ. നേരത്തെ ഇവരെല്ലാ സുഹൃത്തുക്കളും വ്യക്തമാക്കിയത് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ചെയ്യുന്ന കാര്യം, തിയേറ്ററിൽ ആൾക്കാരെ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു. പിന്നെ ഇതിൽ കൃത്യമായ ഫോളോ അപ്പ്. നല്ല ഫാൻസുകാരാണെങ്കിൽ തിയേറ്ററിൽ വരാതെ തന്നെ തിയേറ്റർ ഉടമകളെ വിളിച്ച് അന്വേഷിക്കും, എങ്ങനെ പടം ഓടുന്നുണ്ട്, കളക്ഷൻ എങ്ങനെയുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ഒരുപാട് ഫാൻസുകാരുണ്ട്. ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നതാ. ഇത് സിനിമയെ തോൽപ്പിക്കാനല്ല. ബേസിക്കലി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സിനിമ ആസ്വാദകരാണ്. ചുമ്മാ അങ്ങോട്ട് ഒരാളുടെ ഫാൻസ് ആയതല്ല, എല്ലാവരും ആസ്വാദകരാണ്. അതിനുശേഷമാണ് ഓരോരുത്തരുടെ ആളുകളായി പോയിരുന്നത്. സുരേഷ് ഗോപി ഫാൻസ് അല്ല, ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് പറയുവാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഫാൻസുകാരെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കില്ല. നിങ്ങൾ പേടിക്കേണ്ട ആൾക്കാരുണ്ട് യൂട്യൂബിൽ, നിങ്ങൾ പൊതു കാര്യങ്ങൾ പക്ഷെ പേടിക്കേണ്ട ആൾക്കാരുണ്ട്. ആരാന്നറിയോ? ഒരു കൂട്ടം പലതരം ഡ്രസ് ഇട്ടിട്ട് ഇന്നത്തെ കണ്ടന്റ് അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം പടം അതാരാ പാർട്ടികള് ഉണ്ടല്ലോ യൂട്യൂബിൽ അതിനുവേണ്ടി തന്നെ ബിസിനസ് എന്നും പറഞ്ഞ് തന്നെ ഇരിക്കുന്നവർ. അവരെ പേടിച്ചാൽ മതി. അവരെടുത്തിടുന്ന സംഭവം കാണാൻ ആൾക്കാരുണ്ട്. അവരതനുസരിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഉടുപ്പിനെയാണോ ഉദ്ദേശിച്ചത്? ഈ റിവ്യൂവേഴ്സ് എന്ന് പറയുന്നവരാണ് മലയാള സിനിമയുടെ ക്യാൻസർ. മലയാള സിനിമയുടെ ക്യാൻസർ നിങ്ങൾ അടിക്കുന്ന ബോംബുകളെ കുറിച്ച് കടുപ്പാ.